friends, welcome to my YouTube channel Haru and Tanu. ദോശയ്ക്കും ഇഡ്ഡലിക്കും ആപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ചട്നിയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു കടായി നമുക്ക് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാള നീളത്തിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഏത് ഷേപ്പിന് വേണമെങ്കിലും നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. സവാള ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയുടെ നിറം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം ബ്രൗൺ ആകണ്ട, ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആയാൽ മാത്രം മതി. സവാള ഇവിടെ നിറം മാറി വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം പുളി, 2 കറിവേപ്പില എന്നിവ ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ്. നമ്മുടെ ചട്നി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി നമുക്കൊന്ന് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ ചേർക്കാം. കടുകും ഉഴുന്നും പൊട്ടിയതിന് ശേഷം 2 കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ കടുക് വറുത്തത് ചട്നിയുടെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചട്നി സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ആപ്പത്തിൻ്റെയും ഒക്കെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ചട്നിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.